എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ അനുദിനം റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണം ഡ്രൈവർമാരുടെ ഓവർ സ്പീഡാണെന്നും മഴ പെയ്തുകൊണ്ടാണെന്നും റോഡിൻ്റെ പണിയിലെ അപാകത കൊണ്ടാണെന്നും ഒക്കെയുള്ള മൂന്ന് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. റോഡ് പണിയിലെ അപാകതയാണ് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ റോഡ് പണി കുഴപ്പമില്ല, ഡ്രൈവറുടെ സ്പീഡ് കൂടിയതാണ് ഒരു പക്ഷം, അതല്ല മഴ പെയ്ത് തെന്നിക്കിടന്നാണ് മറ്റൊരു പക്ഷം. ഈ റോഡ് അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ റോഡിൻ്റെ പണിയിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡുകൾ പണിയുമ്പോൾ റോഡ് നല്ല വളവുകളുള്ള ഭാഗത്ത് വരുമ്പോൾ ബാങ്കിങ് ഓഫ് കർവ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റോഡുകളുടെ വളവുകളുടെ ഉൾവശത്തേക്കുള്ള ചരിവിനെയാണ് ബാങ്കിങ് ഓഫ് കർവ്സ് എന്ന് പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. റോഡിന്റെ വീതി, അതുപോലെ തന്നെ റോഡിന്റെ വളവിന്റെ റേഡിയസും മനസ്സിലായിക്കൊണ്ട് മാത്രമേ ആ ആംഗിൾ എത്ര വേണം, ചരിവ് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ചുരങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർ മനസ്സിലാകും. അതെപ്പോഴും റോഡിന്റെ പുറം സൈഡ് അല്പം ഉയർന്നും അകം സൈഡ് അല്പം താന്നുമാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് ശരിയായ രീതിയിൽ രൂപകൽപ്പന ചെയ്തില്ലെങ്കിൽ റോഡുകൾ അപകടകരമായി തീരുന്നുണ്ട്. ടയറിന് വെയർ ആൻഡ് ടയറിന് പിടുത്തം കൂടുകയും പെട്ടെന്ന് സ്കിഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുന്നു. അത് കൃത്യമായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ നിന്ന് വളഞ്ഞിറങ്ങി വരുന്നതായിക്കോട്ടെ, റോഡിൽ നിന്ന് വളഞ്ഞ് കയറുന്നതായിക്കോട്ടെ, റോഡിലുള്ള വളവുകളായിക്കോട്ടെ, അതിൻ്റെ ബാങ്കിങ് ഓഫ് കർവ്സ്, അതിൻ്റെ ഔട്ടർ സൈഡ് അല്പം ഉയർന്നും ഇന്നർ സൈഡ് ഒരു അല്പം താന്നും ആണ് അത് ക്രമീകരിക്കേണ്ടത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അത് ക്രമപ്പെടുത്തുമ്പോൾ അത് അപകടരഹിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് സംബന്ധിച്ച് ഉള്ള ഫോർമുലകൾ ഉണ്ട്. വാഹനത്തിൻ്റെ സ്പീഡ് അത് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്ട്രൈറ്റ് റോഡിലൂടെ ഓടുന്ന പോലെ ഉള്ള അത് അത്രയും വേഗത്തിൽ ഒരു കർവിലൂടെ വണ്ടി ഓടിക്കാൻ സാധിക്കുകയില്ല. അത് മനസ്സിലാക്കാനായിട്ട് ഫോർമുലയുണ്ട്. V √RT tan theta minus mu divided by 1 minus mu tan theta എന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് അതിൻ്റെ അനുസരിച്ച് സ്പീഡ് ലിമിറ്റ് അവിടെ എഴുതി വെക്കേണ്ടത് ആവശ്യമാണ്. ഏകദേശം തീർച്ചയായിട്ടും റോഡ് സേഫ്റ്റിക്ക് റോഡിൻ്റെ അവിടെ ഏത് വേഗതയിൽ പോകണമെന്നുള്ളത് രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഓവർ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ടേണിങ്ങിൻ്റെ ഇടയിൽ വരുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന അപകടങ്ങൾ കാരണമാകുന്നുണ്ട്. പിന്നെ സാധാരണ ഓടിക്കുന്നതിന് വളരെ വ്യത്യസ്തമാണ് മഴക്കാലത്ത് പലപ്പോഴും റോഡിൻ്റെ സൈഡിൽ നിന്ന് വെള്ളവും ചെളിയും ഇറങ്ങി റോഡ് കൂടുതൽ സ്ലിപ്പറി ആയിട്ട് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ വളരെ സ്പീഡിൽ വരുമ്പോൾ അത് തട്ടാനും, അതുപോലെ തന്നെ അതിൽ പെട്ടെന്ന് വരുന്ന ടേണിങ്ങിൽ അങ്ങോട്ട് ക്രോസ് ചെയ്യേണ്ടി വരുമ്പോൾ സഡൻ ബ്രേക്ക് ഇടേണ്ട സാഹചര്യം വരുമ്പോഴാണ് വണ്ടി പെട്ടെന്ന് മറിയുന്നത്. അപ്പോൾ ഡ്രൈവർമാർ ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, റോഡിൻ്റെ പണിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കഴിയുന്നതും റോഡ് അപകടങ്ങൾ ഒഴിവാക്കി മനുഷ്യജീവൻ രക്ഷിക്കാൻ സാധിക്കും. നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ചില ഭാഗങ്ങൾ റോഡിൽ പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്ന് പോകാറുണ്ട്, സ്റ്റിയറിംഗിൽ നിന്ന് പെട്ടെന്ന് സൈഡിലേക്ക് ചരിയതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഹൈവേയിലൂടെ ഓടിക്കുമ്പോൾ ചില ഭാഗത്തൊക്കെ തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ചിലത് പിശാചിന്റെ ഉപദ്രവമാണ്, അല്ലെങ്കിൽ ആ സൈഡ് വലിക്കുന്ന ആളെന്ന് പറയുന്നത്. റോഡിന്റെ നിർമ്മിതിയിൽ ചില അപാകതകൾ വരുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വളവുകളുള്ള ഭാഗത്തൊക്കെ വരുമ്പോൾ അതിൻ്റെ ലെവൽ ശരിയല്ലാത്തതുകൊണ്ട്, അതിൻ്റെ പണിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, എഞ്ചിനീയർമാരായിട്ടുള്ള ആളുകൾ ഒക്കെയും ആ കാര്യത്തിൽ
കൂടുതൽ ശ്രദ്ധിച്ചാൽ അപകടരഹിതമായി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും.